Al Azhar Group of Institutions, Perambalichira, Thudupuzha. വരൂ, മണവാട്ടി ഇവിടെ നിൽക്കൂ. സെൻട്രലിൽ മണവാട്ടി നിൽക്കണ്ടേ അല്ലേ? മറ്റുള്ളവർ ഇപ്പോൾ വരണ്ടേ? പറയൂ, ഏതാണ് സ്കൂള്? ഇതെന്താ ചിരിക്കണ വെറുതെ? ആദ്യമായിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ചിരിയൊക്കെ വന്നാ എന്ത് ചെയ്യാനാ പറയാ? എന്നാലും ചിരിച്ചാൽ മതി. നിങ്ങൾ ചിരിച്ചോ അങ്ങോട്ട്. അല്ല, മണവാട്ടിയായിരിക്കും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കലോ. ഈ ഒപ്പനയുടെ ഏറ്റവും വലിയ പ്രയോജനം ചിരിക്കണം അല്ലേ? ചിരിച്ചില്ലേ പൈസ കിട്ടില്ല അല്ലേ? ചിരിച്ചില്ലേ പൈസ കിട്ടില്ലല്ലോ. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. അതെ അല്ലേ? അതെ, മണവാട്ടി ചിരി നിർത്തിയിട്ടില്ല. ഇത് രാവിലെ ഡ്രസ്സ് ഇട്ടപ്പോ തുടങ്ങി ശരിയാവും. ചിരി ആയുസിന് നീളം കൂട്ടുന്ന പറഞ്ഞു. അപ്പൊ ചിരിച്ചോണ്ടിരുന്നോ? ഓക്കെ അല്ലേ? പേരെങ്ങനെയാണ് മുള്ള? പേരെങ്ങനെയാണ്? അഫ്ര. ഇപ്പം ഏത് സ്റ്റാൻഡേർഡിലെ കോളേജിൽ? 10th ഇനിയിപ്പോ 2 വർഷം കൂടെ ഉണ്ട് കലോത്സവം പങ്കെടുക്കാൻ. ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ വരുന്നത് അല്ലേ? ആദ്യമായിട്ട് തന്നെ അല്ലേ? കണ്ണൂർ കപ്പ് കൊണ്ടുപോകോ? ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന കണ്ണൂർ ജില്ലയാണ്. കോഴിക്കോട് തൊട്ട് താഴെ ഉണ്ട്. പക്ഷെ നല്ല മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഉള്ള പേരെന്താണ്? ജിനാന, സഫ്രീന, നിദ, ഇഫ, റിയ, ഫാത്തിമ, ജിസ, റിസ. ആകെ എനിക്ക് പ്രശ്നമല്ലോ. പറഞ്ഞേ ജിസ, റിസ. തിരിച്ചൊന്ന് പറഞ്ഞേ. അതോട് പറഞ്ഞേ. റിസ, ജിസ, ജിസ, റിസ. അവർക്ക് തന്നെ പ്രശ്നമില്ല, എനിക്കെന്നെ പ്രശ്നമായി. പിന്നെ അവർക്ക് 2 പ്രാവശ്യം 5 പ്രാവശ്യം അടുപ്പിച്ച് പറയാൻ വേണ്ടി അവർക്ക് തന്നെ മാറിപ്പോകും പേര്. എന്തായാലും ഓക്കെ അല്ലേ? ഇതിൽ ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്ന ആരാണ്? ഒപ്പനയ്ക്ക് മുമ്പ് ഒരു പാട്ട് പാടുന്ന ആരാണ്? ഓളാണ്. ഓളും കൂടി ഒരു ഓള് മൈക്ക് പിടി. ഈ പാട്ട് ഇവിടുത്തെ ഒപ്പനയ്ക്ക് ലീഡ് പാടുന്ന ഓളല്ലേ? അപ്പൊ ഓളൊരു നല്ലൊരു പാട്ടൊക്കെ പാടിക്കാതെ. ഓൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കൂ. വീരക്കാരു ഹംസപ്പടകുട സിംഗം വമ്പിലൊരുങ്ങും മംഗം വെള്ളിരതാവിരംഗം പൂരം ഹാരു പൊരുതുവതാം പരനുടെ ഉദവിയുമരുളി സദാ കണ്ണമെണ്ടും പാടിരണ്ടതാ ഉണ്ടിര കൈമല എണ്ടും വാശി വിണ്ടിടും അത്തിരക്കള പലവണ്ണം പാടിരണ്ടതാ ഉണ്ടിര കൈമല എണ്ടും വാശി വിണ്ടിടും അത്തിരക്കള പലവണ്ണം ബിരുദോടെ കല്ലട ചില്ലട പടങ്കമിൽ പിടുക്കി സൗഹൃദ. ഇത് ഈ ഒപ്പനയുടെ പാട്ടാണ്. വേറെ ഇനി നല്ലൊരു മാപ്പിളപ്പാട്ട് നമുക്ക് ഇതിപ്പോ അറബി വാക്കുകൾ ഉപയോഗിച്ചുള്ള മാപ്പിളപ്പാട്ടല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ കേൾക്കുന്ന മാപ്പിളപ്പാട്ടിൽ വേറെ ടൈപ്പ് ഇല്ലേ? ഇല്ല, അറിയില്ലേ? അങ്ങനത്തെ ഒരു മാപ്പിളപ്പാട്ട് പാടിയാലോ? ഫുള്ളേയും പാടണ്ട, അല്ലെങ്കിൽ ഞാൻ സമയം തരില്ല. അറിയാവുന്നത് പഠിക്കേ. എന്നിട്ടാണ് ഇവിടെ പടം മണവാട്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അതാണ് ഒരു മാപ്പിളപ്പാട്ട് അറിയാവുന്നൊരു പാട്ട് പഠിക്കോ. നിങ്ങളോടൊപ്പം പാട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗസ്റ്റും കൂടെ വരും നിങ്ങളുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ. പഠിക്കോ. ചുങ്കുറ്റ സൂരപുരി മുണ്ടും ചിങ്കും പന്തും ഫലല് ലംഘിടും തീക സ്വർഗത്താനം പൊങ്കാര ചന്ദലമെന്തും. അതിന് ബാക്കി അറിയില്ല. ഏതെങ്കിലും പാട്ട് പാടും. ഇപ്പോൾ നമുക്കൊരു നടൻ വരികയാണ്, ഒരു പാട്ട് പാടിക്കൊണ്ട് സ്വീകരിക്കാം. ഷൈൻ ടോൺ ചാക്കോ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. ഷൈൻ ടോൺ ചാക്കോ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ റോട്ടിൽ നിൽക്കരുത്. സാബിത്ത് കൂടെ കയറി വരണം. എല്ലാവരും വേണം. റോഡിൽ നിൽക്കരുത് പ്ലീസ്. വഴി ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക്. ഷൈൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഷൈൻ ഒരു സെൽഫി എടുക്കാം നമുക്ക്. ആദ്യമേ ഫോൺ കൊടുക്ക്. അല്ല ഒരു മണി അവിടെ ഇരിക്കല്ലേ. അപ്പോ മണവാളൻ നിങ്ങളൊരു ഒപ്പന കളിക്കാം. ആൺകുട്ടികളെ ഒപ്പന കളിക്കാം. അല്ല മണവാട്ടി ഇരിക്കട്ടെ. മണവാട്ടി ഇരിക്കുക. മൈക്ക് റന്തന് നമസ്കാരം. എത്ര വർഷമായി മണവാട്ടിയായിട്ട് അഭിനയിക്കും? ഡാൻസ് കളിക്കാറില്ലല്ലോ. അല്ല, ഡാൻസ് കളിക്കാറില്ലേ? അപ്പൊ എന്തൊക്കെ കളിപ്പിക്കാത്തവര്? മണവാട്ടി ഒന്നൊരു ഡാൻസ് കളിക്കാൻ അറിയണമെന്നുണ്ടോ?
മണവാട്ടിയാവും. അപ്പോ ഡാൻസ് കളിക്കാറല്ലോ. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ഒപ്പന കാണാൻ നിൽക്കും. ഞാൻ പെണ്ണായിലാണ് പഠിച്ചിരുന്നു. ആ നല്ല കൊഞ്ചുള്ള പെൺകുട്ടികളുണ്ടാവല്ലോ ഒപ്പനയ്ക്ക്. പക്ഷെ ആരും തിരിച്ചറിയില്ല. ഇപ്പൊ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ദൂരെ നോക്കുമ്പോ എല്ലാവരും ഒരേപോലെ ഇരിക്കുക. കണ്ടിട്ടില്ലേ? ഇതിന്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ? കണ്ടിണ്ടാ? വ്യത്യാസമുള്ള മണവാട്ടിക്കുട്ടിയാ. അപ്പൊ ഡാൻസ് കളിക്കാൻ അറിയില്ല നല്ല കുട്ടികളൊക്കെ. എന്താ അവർക്ക് മണവാട്ടി ആവാനാണ്. മണവാട്ടിയാവാൻ ഡാൻസ് കളി അറിയുന്നവരൊക്കെ നിർത്തും. അങ്ങനെയല്ലല്ലോ. ഞാനിരുന്നതിൽ മണവാളനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മണവാളനാണ് തോന്നണ്ടേ. ഇപ്പൊ 40 വയസ്സായാലും തോന്നിയിട്ടില്ല. എന്താ മണവാട്ടിയാണോ? ആവണോ? വേണ്ടേ? നിങ്ങളോടല്ല കുട്ടികളോട് മണവാട്ടി കല്യാണം കഴിഞ്ഞ് എത്ര ചേട്ടനല്ലേ പറഞ്ഞത്? ആരാ പറഞ്ഞു മണവാട്ടി പറഞ്ഞത്? ബാക്ക് ചെയ്യോ? ആ അതുണ്ടല്ലോ കല്യാണം കഴിക്കണോ? കല്യാണം നടത്തിയാലോ അവരൊക്കെ. അതെ. അപ്പം ഷൈനിവിടെ എത്തിയിരിക്കുന്നത് ഷൈൻ്റെ പുതിയ സിനിമ റിലീസിനുള്ള കമൽ സാറിന്റെ അല്ല വിവേകാനന്ദൻ എന്ന പടം റിലീസാവുന്നുണ്ട് 19-ാം തീയതി. അപ്പൊ അതിന്റെ പ്രൊമോഷനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോവാ. അപ്പോഴാണ് അധികാരികൾ വിളിച്ചു പറയണത് ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ ഞാൻ ഒരിക്കൽ ദുബായിക്ക് പറഞ്ഞു വെച്ചല്ലേ, അവിടെ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ദുബായിക്കാരും കൂടി തിരിച്ചറിയില്ലേ അയച്ചില്ലേ? നമ്മുടെ കലോത്സവം അല്ലേ? കലോത്സവം. ഈ കലോത്സവം ദുബായിൽ കലോത്സവം കുറെ ആളിപ്പുണ്ട്. നിങ്ങൾക്ക് അന്ന് നിങ്ങളെ പുള്ളിനെ കൊണ്ടുപോയി അവിടെ എത്ര കേസുണ്ട് പുള്ളി ചെയ്തു? അപ്പൊ നമ്മുടെ സിനിമയെ കുറിച്ച് കമൽ സാറിന്റെ 100ാമത്തെ സിനിമ. കമൽ സാറിന്റെ ഷൈൻ്റെ 100ാമത്തെ സിനിമ. കമൽ സാറിന്റെ കൂടെ ആദ്യം സിനിമാ മേഖലയിൽ വന്ന് ഗുരുനാഥന്റെ കൂടെ നായകനായി അഭിനയിക്കുന്ന സിനിമ. ആ സിനിമയെ കുറിച്ച് ഞാൻ 2002 ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കമൽ സാർ അഭിനയിക്കണമെന്നല്ല, വർക്ക് ചെയ്യാൻ വരുന്നത് +2 കഴിഞ്ഞിട്ട്. അപ്പൊ ഈ +2 ഞാൻ ആദ്യമായിട്ട് സംസ്ഥാന കലോത്സവത്തിന് എത്തുന്നത്. 1ാം ക്ലാസ് വേണ്ടി മത്സരിച്ചിട്ട് സംസ്ഥാന കലോത്സവം കേട്ടിട്ടുള്ളൂ. ഇത് സംസ്ഥാന കലോത്സവം അല്ലേ? എന്താണ്? അത്രേ ഉള്ളൂ. മോണാക്ട് ആണ് നമ്മുടെ ഐറ്റം. അങ്ങനെ മോണാക്ടിന് ആദ്യം ഒരു +2 ഇനിയിപ്പോ ഇതിന്റെ ലാസ്റ്റ് കൊല്ലമായതുകൊണ്ട് ഇപ്പം പോട്ടെ ചേച്ചി തന്നാണോ അറിയില്ല. ഫസ്റ്റ് കിട്ടി ജില്ലയിൽ. അന്ന് +2 നേരിട്ട് ജില്ലയിലേക്കാൻ മത്സരിക്കണം. ഇപ്രാവശ്യം എന്തെങ്കിലും അടിക്കാൻ ചോദിച്ചു വന്നപ്പോ അവിടെ നവ്യമായി രണ്ടിടത്തും മത്സരിക്കാൻ തോന്നുന്നത്. നവ്യ അന്നും സിനിമയിൽ അഭിനയിച്ചിരിക്കുക. സിനിമകാർ വന്നെന്ന് പറഞ്ഞപ്പോൾ എന്റെ മുട്ടടിക്കാൻ തുടങ്ങി. കാരണം നമ്മള് നവ്യ വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഫസ്റ്റ് ഇട്ടാതിരുന്നത്. നവ്യക്ക് ഫസ്റ്റ്, എനിക്ക് 14ാം സ്ഥാനം. അപ്പൊ അതുകൊണ്ടല്ലാന്ന് മനസ്സിലായില്ലേ? ഭാഗ്യം കൊണ്ട് ഒരാളെന്ന് രക്ഷപ്പെട്ടു. വീട്ടിൽ പറഞ്ഞ കള്ളാട്ടത്. സിനിമാകാരായതുകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടിയതാണ്. അപ്പൊ നിനക്ക് എത്രയാടാ? എനിക്ക് 14ാം സ്ഥാനം. അത് ശരിയാണോ? അപ്പോ നല്ലതാണെങ്കിൽ മാർക്ക് കിട്ടൂല്ലേ? ഇവിടെ അതിന് ആൾക്കാർ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സത്യസന്ധമാണെന്ന് ഉണ്ടോ? ഇനി നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പരിശ്രമിക്കാനായിരിക്കും. അപ്പൊ കീപ് ട്രൈങ്. ഒരു സംസ്ഥാനത്ത് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലും മോണാക്ടിനെ അന്ന് ലാസ്റ്റ് എല്ലാ ഫസ്റ്റ് കിട്ടിയ പരിപാടി അവതരിപ്പിക്കാൻ ആൾക്കാരെ വിളിച്ചപ്പോൾ ഞാനാ പോയി അവതരിപ്പിച്ചത്. കാരണം നവ്യ ഉണ്ടായിരുന്നില്ല, അവ ഷൂട്ടിങ്ങിന് പോയി തിരിച്ചു. അന്ന് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല. അപ്പൊ അറിയില്ലല്ലോ രേഖയൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മോണാക്ടിന് ഇഷ്ടം. സമ്മാനം കിട്ടിയില്ലെങ്കിലും സംസ്ഥാന കലോത്സവ വേദിയിൽ വീണ്ടും സമാധാന ചടങ്ങിനെ മോണാക്ട് കളിക്കാൻ പറ്റി. അങ്ങനെ വെറുപ്പിച്ചു ഞാൻ ആൾക്കാരെ. ലാസ്റ്റ് വെറുപ്പിക്കലല്ലേ. അപ്പൊ ഇന്ന് ഗദ്ദാമയിലാണ് ഞാൻ കമൽ സാറിന്റെ പടത്തിൽ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. എന്നെ നിർത്തിയിട്ട് പോയി ചേട്ടാന്ന് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ സാറ് ചെയർമാൻ, അക്കാഡമി ചെയർമാനൊക്കെ ആയിട്ട് 5 വർഷത്തോളം പടം ചെയ്തില്ല. നിങ്ങളുടെ പരിപാടി ആയിട്ടില്ലല്ലോ. ചെസ് നമ്പർ ഒന്നും കഴിഞ്ഞിട്ട് വന്നല്ലേ? കഴിഞ്ഞ എന്നാ പിന്നെ കുഴപ്പമില്ല, കുറച്ച് പോസ്റ്റായി നിൽക്കാമല്ലോ. അങ്ങനെ 100ാമത്തെ ചിത്രമായപ്പോഴാണ് പിന്നെ സാർ എന്നെ വിളിക്കണമല്ല. സാർ 5-6 വർഷമായിട്ട് പടം ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൊറോണയൊക്കെ വന്നല്ലോ. പിന്നെ നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞു വരുന്നതും കഥകൾ കേട്ടിട്ട് വിശ്വസിച്ച് പോയി മാറും. ഈ ഹൈദരാലിയൊക്കെ അല്ലേ മുന്നിൽ നിന്ന് എന്ത് കുറെ നേരം പറഞ്ഞു. എന്ത് ആര് വിളിച്ചു പറഞ്ഞു ഇല്ലേ? അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ കമൽ സാറിന്റെ കൂടെ കുടിയേറിയ കലോത്സവങ്ങളൊക്കെ വന്നിരുന്നത് സിനിമയിലെത്താൻ. കാരണം അന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലല്ലോ.
നമ്മൾ കേട്ടിട്ടുണ്ട് വിനീതിന്, മോനിഷാന്, മഞ്ജു വാര്യറിനെല്ലാം യുവജനോത്സവ വേദികളിൽ നിന്ന് സിനിമയിലേക്ക് എന്നിട്ട് തലക്കെട്ട്. എന്നാ പിന്നെ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട് മൊണക്ട് കളിച്ച് കലോത്സവം കളിച്ച്, കാരണം അവിടെ നിന്ന് സംവിധായകർ സിനിമയിലേക്ക് എടുത്തോണ്ടോ വിചാരിച്ചു. നമ്മുടെ അവിടെ ഒന്നും ഒരു കലോത്സവം കാണാൻ വന്നിട്ടില്ല. ആരെയും സംസാരിക്കും ഇല്ല. ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയണേ. മാരീഡ് ലൈഫ് എന്ന് പറയാൻ തന്നെ കുറെ കഷ്ടപ്പാടുള്ള കാര്യമാണല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ. പടം കണ്ടിട്ട് പറയണോ. എന്തായാലും റിലീസ് ഒരുങ്ങി. അപ്പം പടം നല്ലതാണ്. നിങ്ങൾ കിട്ടുകയാണെങ്കിൽ റിപ്പോർട്ട്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പോയിട്ട് തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക കേട്ടാ. എന്നാൽ കണ്ണ് കേട് വരാതിരിക്കുള്ളൂ. ടി വിയിൽ ഒരുപാട് നേരം, മൊബൈലിൽ ഒരുപാട് നേരം നോക്കിയിരുന്ന് നമ്മുടെ റെറ്റിന അടിച്ചു പോയിട്ട് ഊർജ്ജസ്വല വരെ. കാരണം കമൽ സാറിന് ഉണ്ടെങ്കിലപ്പം നിങ്ങൾ പറഞ്ഞു എപ്പോഴും പയറുപോലെ ഓടി നടക്കും. നമ്മുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി ഇവർക്കൊക്കെ എന്തെങ്കിലും ഊർജ്ജസ്വലതയ്ക്ക് കുറവുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ, അതിഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഊർജ്ജം കിട്ടും അല്ലേ? തീർച്ചയായിട്ടും അതല്ലേ ഈ പുള്ളിന് ദുബായിക്ക് പറഞ്ഞു വെച്ചിട്ടും പുള്ളി വായിക്ക് കൊടുത്ത് ഇവിടെ വന്നു. ഷെനി പറഞ്ഞതുപോലെ ഇപ്പൊ കമൽ സാറ് ഒന്ന് സംസാരിച്ചിരുന്നു നമ്മുടെ സിനിമയെ കുറിച്ച്, മറ്റ് ഡീറ്റെയിൽസ്, നമ്മുടെ സിനിമയെ കുറിച്ച്. ഹലോ, ഓക്കെ. അവിടെ എന്ത് പരിപാടി? ഒപ്പന തന്നെയാണ്. എത്ര ഒപ്പനയുണ്ട് മൊത്തം? ഇന്ന് ഇപ്പം മൊത്തം എത്ര ഒപ്പനയുണ്ട്? 14 ജില്ലയിലോ? ഹൈസ്കൂൾ ടീമിൽ നിന്നാണല്ലോ. 14 ഒപ്പനയല്ലോ. അങ്ങനെയാണല്ലോ. ഓ, അപ്പീല് ഒക്കെ വന്ന് വരുമല്ലോ. അപ്പൊ 10-20 ഒപ്പന ഉണ്ടാവും അതിലൊക്കെ കൂടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഇതൊന്ന് നമുക്ക് എനിക്ക് അപ്പീലായിട്ട് ഒന്നാമതായിരുന്നു. വെറുതെ അപ്പീലൊന്നും കൊടുക്കാതെ അന്നും കൂടി കിട്ടിയിരുന്നില്ലെങ്കിൽ അതും കിട്ടിയ കൊല്ലത്ത് നവ്യാതാര് വന്ന് ഞാൻ നവ്യ കണ്ടപ്പോ പറഞ്ഞു ഈ വർഷമൊക്കെ. അപ്പൊ നവ്യ ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെയാണ് പുള്ളി പിന്മേൽ അഭിനയിച്ചിട്ടുണ്ടപ്പോ നന്ദനത്തില് ഇല്ലേ? നമ്മളാണ് പിന്നീട്. അപ്പൊ ഈ ജഡ്ജസിന്റെ കൈ മുറിയിൽ നടൻ വന്ന് പെർഫോം ചെയ്യുമ്പോ ഇല്ലേ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെ നമുക്ക് സിനിമയെ കുറിച്ച് കമൽ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് സിനിമയെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ നിങ്ങൾ പുറപ്പെട്ടു വന്നല്ലേ? ഇത് അഭിനയിച്ചില്ലേ ഏത് സിനിമയില്? വിവേകാനന്ദൻ. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിലുണ്ട്. ഹൈദരാലിക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ സാധാരണ ഒരു വിവേക് നമ്മുടെ കട്ടപ്പന പോലെയുള്ള സ്ഥലം അല്ലേ, ഇടുക്കി പോലുള്ള സ്ഥലത്ത് നിന്ന് ടൗണിലേക്ക് വന്ന് ജോലി ചെയ്യുന്ന ഫിഷറീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കക്ഷി. പുള്ളിക്ക് നമ്മുടേതായ സ്വഭാവം ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടു തീരുമാനിക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിന്റെ ടീച്ചർ ആരെങ്കിലും കണ്ടിരുന്നോ? എങ്ങനെയുണ്ട്? നിങ്ങൾ ഈ ടി വിയുടെ മറിയില്ലെന്ന് അവർക്ക് കാണാം. സിനിമ ഇവരെ കാണാൻ പറ്റുമല്ലോ. സിനിമ 19 തീയതി റിലീസാവുകയാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? മോണാക്ടിലൊക്കെ വ്യത്യാസം നിന്നോ? ഇത് തന്നെയാണ് മോണാക്ട്. അമ്മേ വെള്ളം തരും. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അതാ അങ്ങനെയാ. ഏതാ മോണാക്ട്? ആര്? പഴയ മോണാക്ട് ഇങ്ങനെ ഓർമ്മയില്ല. അതല്ലേ പറഞ്ഞത് കാണിച്ചോണ്ടിരിക്കുന്നതല്ലേ മോണാക്ട് ചോദിച്ചെടുത്ത്. മുണ്ടല്ല നൈസിൽ കാണിക്കുക. എന്ത് കാണിക്കാൻ? അല്ല മോണാക്ട് അല്ല, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു പാട്ടായാലോ? 4 ലൈൻ പാട്ട് പാടാം. ഞാൻ ഇപ്പോഴും പറഞ്ഞ റോഡ് ബ്ലോക്ക് ചെയ്യുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുഭവമുണ്ട്. ഒരു പാട്ട് വിളിച്ചോണ്ട് 30 പാട്ടാണ് പാടി. റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കരുത്. ഭീഷ്മ പാട്ടാ? ഏത് പാട്ടോട്ട്? പാട്ടൊന്നും ഇട്ടില്ല. അത് വേണം. കരക്കൊന്നും ഇട്ടില്ല. ഒരു പാട്ട് 4 ലൈൻ. ആ റോഡിൽ നിന്ന് മാറി നിൽക്കണം. ആംബുലൻസ് പോകുന്നുണ്ട്.
പാടുന്നു താഴത്ത് മഞ്ഞിൽ വിരിഞ്ഞു മന്ദാരങ്ങൾ നെഞ്ഞിൽ കിനിഞ്ഞു തേൻതുള്ളികൾ കിളിവാതിൽ തുറന്നൊരു പൊൻപക്ഷി പോ ഇനിയും കാലമേ പോരൂ. ഈ പാടാരെ കേട്ടിട്ടുണ്ടോ? വിളിയ വെള്ളി ഇല്ലാതെ എന്താ കാര്യം? വെള്ളിയാണ് എടുത്തു കൊണ്ടുപോയിട്ടോ, ആര് കൊണ്ടുപോയിക്കോ വെള്ളി? ഈ സ്വർണ്ണം വീണോ? ലാക്സാ? ബിഷ്മൽ ഡാൻസാ? പാട്ടിടാൻ പറ്റുമോ? ബിഷ്മൽ പാട്ട് ഡാൻസ് ഉണ്ടാ കളിച്ചോ? ആര് പാടുന്നു? എന്താണ് ഭീഷ്മരൂപത്തിന്റെ പാട്ട് അല്ലേ? ഓക്കെ വിനോദ്, ആ പാട്ടൊന്ന് പ്ലേ ചെയ്യണം. ഭീഷ്മരൂപം പാട്ടൊന്ന് പ്ലേ ചെയ്യണം യൂട്യൂബിൽ എടുത്തിട്ട്. കരോക്കെ ഇടാം. കരോക്കെ ആയിട്ടിടോ? അല്ല കരോക്കെ എന്നാ കരോക്കെ എടുക്കുക. പക്ഷെ നമ്മളിത് ഇത് വേറെ കാര്യങ്ങൾ നിങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യില്ല. പല പ്രാവശ്യം കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പറയണം റോഡ് ബ്ലോക്ക് ചെയ്യില്ല. നിങ്ങൾ ഒന്ന് വിസ്താരമായിട്ട് നിന്നാലും നിങ്ങൾക്ക് ഒന്നിലെ റോഡിന് അപ്പുറം നിൽക്കുക. റോഡ് ബ്ലോക്ക് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ ഒരു താരം വന്നപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഇത് മെയിനായുള്ള അവകാശം കൊടുക്കണ്ടേ? മെയിനായിട്ടുള്ളൊരു അവകാശം കൊടുക്കണ്ടേ? മെയിനായിട്ടുള്ളൊരു ഇതാണ് യാത്ര ചെയ്യുന്നവരാണ്. അല്ല യാത്രക്കാരെ ഉപയോഗിക്കണ്ട, റോഡ് ക്രോസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്. പ്ലീസ് നാട്ടുകാരുടെ വിനോദം റെഡിയാണോ? നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് നല്ല വേദിയാണ് ഇത് കിട്ടുകയാണല്ലേ? ഇന്നൊരു പാട്ട് പഠിക്കാൻ പറ്റുക നാട്ടെടുക്കുമ്പോ ഇതാ ഈ പാട്ടാണ്. കരയൊക്കെ ഇത് കിട്ടിയാ സാരത്തെ ഇതൊന്നും കൊടുക്കാവുന്ന വിനോദ് ഞാൻ അതാരാ അത്? വിനോദ് കരയൊക്കെ ഉണ്ടോ? എന്നാ പ്ലേ ചെയ്തോ. ഇങ്ങനെ കൊളാക്കിയൊന്നുമില്ലേ? പുള്ളിയുടെ മോളുടെ കല്യാണം ഉണ്ടാകുന്ന കൊളാക്കിയിട്ടുണ്ട്. വെറുതെ വന്ന് മൈക്കറിഞ്ഞു കൊടുക്കട്ടെ. അപ്പം നമുക്ക് ഈ മണവാട്ടികാർക്കും ഇവർക്കൊരു ആഗ്രഹമുണ്ട്, ഒരു സെൽഫി എടുക്കണമെന്ന് നിങ്ങളൊപ്പം. ഇത് നിങ്ങളായിട്ട് ബന്ധമുള്ള മൊബൈലാണോ? അല്ല, അപ്പൊ അതിലെടുക്കല്ലോ. ഇതിന്റെ ഈ ടീച്ചർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മൊബൈൽ വരികയാണെങ്കിൽ ഇവരോടൊപ്പം ഒരു മൊബൈൽ ഈ മൈക്ക് കൊടുക്കും. ചൂച്ചുക്ക മൊബൈല് തരൂ. ഏതാണ് മൊബൈൽ? ആരാണ്? ചൂച്ചുക്ക ഒപ്പന ടീമിന്റെ കൂടെ വന്ന ചൂച്ചുക്ക മൈജി കൊല്ലത്തിന്റെ ഏതാ മൊബൈലുണ്ടോ നിങ്ങളുടെ കൂടെ ടീം വന്നിട്ട്?
അല്ല അതല്ല മോനെ പ്ലീസ്. ഇതല്ല ഈ മൊബൈൽ അല്ല. അറിയാതെ പിന്നെ എങ്ങനെയാ മോനെ ശരിയാണ്. ഓക്കെ ഐഫോൺ തന്നെ നമ്മുടെ ഇതാ. അല്ല ഇതിലെടുത്ത് നമ്മുടെ ഉമ്മാടെ ഉമ്മ വിളിക്കുന്നത്. അല്ല എന്നാ ഇതിലെടുത്തോ, അല്ലെങ്കിൽ ഇതിലെടുത്തോ. ഇത് നമ്മുടെ ഓഫീസ്, നമ്മുടെ ഫോണിലെടുത്ത് തന്നാൽ മതി അല്ലല്ലേ, നിങ്ങൾക്ക് കൈമാറാം. എന്നാ ഓക്കെ. അവിടെ അല്ല, വേറെ സ്ഥലത്ത് പാട്ട് കേൾക്കുന്ന പഠി. പറഞ്ഞു നീ അവിടെ നിൽക്കുന്നേ, ഞാൻ എന്തോരം പറഞ്ഞു. ബോക്സ് ഒക്കെ മറിയും. ഒന്ന് നിങ്ങള് റോഡ് ഒന്ന് മാറണം കേട്ടോ. ഇത് നമ്മള് എവിടെ വണ്ടി ഇടണം? ഏഷ്യാനെറ്റ് 20. ഏതാ അവിടെ തന്നെ അല്ലേ? അങ്ങോട്ട് കൊണ്ടു, അങ്ങോട്ട് വരും. നിങ്ങളവിടെ വഴി ക്ലിയർ ചെയ്തോ, വരുമോ? അപ്പം എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. എന്തായാലും സിനിമ റിലീസാണ്, അതോടുകൂടിയാണ് വന്നത്. നിങ്ങൾ റോഡിൽ നിന്ന് മാറിയിരിക്കണം പ്ലീസ്. ഫോണൊന്ന് ഇവിടെ ഹൈറ്റ് ചെയ്യോ, ക്യാമറ അഴിക്കാതെ ഹൈറ്റ് ചെയ്യോ, ട്രൈപ്പോഡ് വെച്ച് ഹൈറ്റ് ചെയ്യോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സിനിമ റിലീസാണ്. 19-ാം തീയതിയാണ് സിനിമയുടെ റിലീസ്. എന്തായാലും ഈ ഷൈനോട് ഇവിടെ കാണിച്ച സ്നേഹം സിനിമയും കാണണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വഴിയൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. സ്പീക്കറുണ്ട്, വഴിയൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അരുൺരാജ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അരുൺരാജ് ഇനി ഇത്രയും പോരെ? സന്തോഷമായില്ലേ? സത്യമായിട്ട് പറഞ്ഞു, സന്തോഷമായോ? പൈക്ക് സന്തോഷമായോ? അതുണ്ടോ? അപ്പം ഏറ്റവും ഭാഗ്യം കിട്ടിയത് കണ്ണൂർ ജില്ല ഈ സ്കൂളിനായിരുന്നു. നല്ലൊരു